അപ്പം നമ്മളിന്ന് നമ്മളുടെ പറമ്പിൽ പൈനാപ്പിൾ വിളവെടുക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ 2 ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഇനത്തിൽപ്പെട്ട പൈനാപ്പിളാണ് കേട്ടോ. ഈ പൈനാപ്പിൾ തന്നെ വേലി പൈനാപ്പിൾ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇല കണ്ടോ, ഇലയിൽ നിറച്ചും മുള്ളാണ് കേട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ ഈ നമ്മുടെ പറമ്പിൻ്റെ അതിരിലും വേലി സൈഡുകളിലൊക്കെയാണ് ഇത് നട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേലി പൈനാപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ പറഞ്ഞാൽ ശരിക്കും മുള്ള് തറഞ്ഞു കയറും. അപ്പോൾ അങ്ങനത്തെ ഒരു പൈനാപ്പിളിൻ്റെ ഇതാണ് കണ്ടോ. ഇല നിറയെ ചീപ്പിൻ്റെ പല്ല് പോലെ ഇതിൻ്റെ ഫുള്ള് ഇലയിലും മുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് പൈനാപ്പിൾ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇന്നത്. അപ്പോൾ ഇത് വിളവെടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മുടെ വേലി പൈനാപ്പിളാണ്. നമ്മൾ പറമ്പിൻ്റെ പല സ്ഥലത്തായിട്ട് ഇത് നട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൈനാപ്പിളും മധുരമൊക്കെ ഉണ്ട്. മധുരത്തിന് കുറവൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം നല്ല ഒരു ഇത് സൈസിൽ നമുക്ക് ഈ വേലി പൈനാപ്പിളിൽ നിന്ന് പൈനാപ്പിൾ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ നമ്മുടെ ആ വേലി പൈനാപ്പിൾ ഇത് നമ്മൾ പറിച്ചു നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് മറ്റൊരു ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്ത പൈനാപ്പിൾ എന്ന് പറയുന്നത് നമ്മളിത് കവുങ്ങിൻ്റെ തണവും കൊണ്ടൊക്കെ നമ്മൾ മൂടിയിട്ടേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയണ്ണാൻ്റെയും അതായത് പിന്നെ മരപ്പട്ടിയുടെയും പെരിശായിട്ടൊക്കെ ശല്യമാണ്. അപ്പോൾ ഇത് ഇവരെ കണ്ണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അപ്പം ഈ പൈനാപ്പിൾ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ കവുങ്ങിൻ്റെ തണങ്ങൊക്കെ ഉപയോഗിച്ച് നമ്മൾ മൂടി വെച്ചതിനായിട്ട് ഈ കാണുന്നത്. പിന്നെയുള്ള പൈനാപ്പിൾ ഈ 2 പൈനാപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൽ ഇതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ ഇലയിൽ ഒട്ടും മുള്ളില്ലാത്തൊരു പൈനാപ്പിളാണ്. ഇതൊരു ശങ്കരനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പൈനാപ്പിളും നമ്മുടെ പറമ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അതിൽ ഏകദേശം പഴുത്ത് കിട്ടിയ ഒരു പൈനാപ്പിളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഇലയിൽ ഒന്നും മുള്ളില്ല. നമുക്ക് സുഖം അതിൻ്റെ പുല്ല് കാര്യങ്ങളെല്ലാം പറിക്കാനെടുക്കാനൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാം. 2 പൈനാപ്പിൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നമ്മുടെ ഈ മുള്ളില്ലാത്ത പൈനാപ്പിളാണ് കുറച്ച് സൈസും കൊണ്ടും വണ്ണം കൊണ്ടും വലിപ്പത്തിലൊക്കെ വലുത്. മധുരമെല്ലാം ഒന്നും കൂടി കുറച്ച് മുള്ളില്ലാത്ത പൈനാപ്പിളിന് കുറച്ചുകൂടി മധുരം കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഇതാണ് 2 ഇനത്തിൽപ്പെട്ട നമ്മുടെ പൈനാപ്പിൾ. അങ്ങനെ നമ്മൾ പൈനാപ്പിളും വെള്ളമെടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി കേട്ടോ.